എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. ലക്ഷ്യങ്ങൾ. ഈ വീഡിയോയുടെ അവസാനത്തിൽ നിങ്ങൾക്ക് ഇനി പറയുന്നവ ചെയ്യാൻ കഴിയും. 1. സിംഗിൾ ആക്ടിംഗ് സിലിണ്ടർ ആക്ച്വേറ്റ് ചെയ്യുന്നതിന് ഒരു സർക്യൂട്ട് രൂപകൽപ്പന ചെയ്യുക. 2. ഇരട്ട ആക്ടിംഗ് സിലിണ്ടർ ആക്ച്വേറ്റ് ചെയ്യുന്നതിന് ഒരു സർക്യൂട്ട് രൂപകൽപ്പന ചെയ്യുക. 3. ഹൈഡ്രോ മോട്ടോർ പ്രവർത്തനക്ഷമമാക്കുന്നതിന് ഒരു സർക്യൂട്ട് രൂപകൽപ്പന ചെയ്യുക. 4. സർക്യൂട്ട് അനുസരിച്ച് വിവിധ മൂലകങ്ങൾ തിരഞ്ഞെടുക്കുക. 5. മേൽപ്പറഞ്ഞ സർക്യൂട്ടുകൾ നിർമ്മിക്കുക. 6. മേൽപ്പറഞ്ഞ സർക്യൂട്ടുകൾ അവയുടെ പ്രവർത്തനത്തിനായി പരിശോധിക്കുക. ശരിയായ അറസ്റ്റ് ചെയ്യലും ചോർച്ചയും. സിംഗിൾ ആക്ടിംഗ് ഹൈഡ്രോളിക് സിലിണ്ടറിനെയും ഡബിൾ ആക്ടിംഗ് സിലിണ്ടറിനെയും കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. സിംഗിൾ ആക്ടിംഗ് സിലിണ്ടർ. സിംഗിൾ ആക്ടിംഗ് ഹൈഡ്രോളിക് സിലിണ്ടറിൽ ഒരൊറ്റ പോർട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഹൈഡ്രോളിക് ദ്രാവകം ഇവിടെ പ്രവേശിക്കുകയും പ്ലഞ്ചറിനെ ഒരു ദിശയിലേക്ക് തള്ളുകയും ചെയ്യുന്നു. ഒരൊറ്റ പ്രവർത്തിക്കുന്ന ഹൈഡ്രോളിക് സിലിണ്ടർ പരിപാലിക്കാൻ എളുപ്പമായതിനാൽ ഇതിന് കുറഞ്ഞ ജോലി ആവശ്യമാണ്. ഒരു ലൈൻ മാത്രമുള്ളപ്പോൾ ആ ഒരു ലൈനിലെ മർദ്ദം മാത്രമാണ് സിലിണ്ടർ എങ്ങനെ പ്രവർത്തിക്കുമെന്ന് നിർണ്ണയിക്കുന്നത്. പിസ്റ്റൺ വടി നീട്ടുന്നതിനോ പിൻവലിക്കുന്നതിനോ അവർ പതിവായി ഒരു സ്പ്രിംഗ് അല്ലെങ്കിൽ സമാനമായ ഉപകരണം ഉപയോഗിക്കുന്നു. എന്നിരുന്നാലും അങ്ങനെ ചെയ്യാൻ അവർ അവസാനത്തിന്റെ ശക്തിയെയും ആശ്രയിച്ചേക്കാം. ഈടുനിൽക്കുന്നതും ആശ്രയിക്കാവുന്നതുമായ ഉപകരണങ്ങൾ രൂപകൽപ്പന ചെയ്യുമ്പോൾ ലളിതം എല്ലായ്പ്പോഴും ഒരു മികച്ച ആശയമാണ്. ഡബിൾ ആക്ടിംഗ് സിലിണ്ടർ. ഡബിൾ ആക്ടിംഗ് സിലിണ്ടറിന്റെ പോർട്ടുകൾ രണ്ടാണ്. ഒന്ന് സിലിണ്ടർ പിൻവലിക്കുന്നതിനും മറ്റൊന്ന് ഹൈഡ്രോളിക് ദ്രാവകം പ്ലഞ്ചറിലേക്ക് പ്രവേശിക്കുന്നതിനും നീട്ടുന്നതിനും. ഡബിൾ ആക്ടിംഗ് ഹൈഡ്രോളിക് സിലിണ്ടറുകൾ ഉപയോഗിച്ച് പ്ലഞ്ചറിന്റെ ഇരുവശങ്ങളിലേക്കും ഹൈഡ്രോളിക് ദ്രാവകം പമ്പ് ചെയ്യാൻ കഴിയും. പിസ്റ്റൺ വടിക്ക് രണ്ട് അറ്റങ്ങൾക്കും മറ്റത്തായി സ്ഥിതി ചെയ്യുന്ന മുന്നോട്ടും പിന്നോട്ടും ഉള്ള കണക്ഷൻ അപ്പർച്ചറുകൾ സഞ്ചരിക്കാൻ കഴിയും. അധിക പോർട്ട് പ്ലഞ്ചർ എല്ലായ്പ്പോഴും അതിന്റെ ആരംഭസ്ഥാനത്തേക്ക് മടങ്ങുന്നുവെന്ന് ഉറപ്പു നൽകുകയും പിൻവലിക്കൽ സമയത്ത് പ്ലഞ്ചറിൽ ഉപയോക്താവിന് കൂടുതൽ നിയന്ത്രണം നൽകുകയും ചെയ്യുന്നു. വേഗതയേറിയതും കൂടുതൽ പ്രവചനാതീതവുമായ പിൻവലിക്കലുകൾ കാരണം ആവർത്തിക്കാവുന്ന കൃത്യത ആവശ്യമുള്ള പ്രൊജക്ടറുകൾക്ക് ഡബിൾ ആക്ടിംഗ് സിലിണ്ടറുകൾ മികച്ച ഓപ്ഷനാണ്. ഹൈഡ്രോ മോട്ടോർ. ഹൈഡ്രോളിക് മോട്ടോറുകൾ എന്നു അറിയപ്പെടുന്ന ഹൈഡ്രോളിക്സിൽ ഉപയോഗിക്കുന്ന ഒരു റോട്ടറി ആക്ച്വേറ്ററാണിത്. റോട്ടറി ചലനം ആവശ്യമുള്ളപ്പോൾ ഇത് വളരെ ഉപയോഗപ്രദമാണ്. അഥവാ ഈ ഹൈഡ്രോ മോട്ടോറുകളാണ് റോട്ടറി പ്രവർത്തനം കൈവരിക്കുന്നത്. ലീനിയർ ആക്ച്വേറ്ററുകൾക്ക് സമാനമായി സ്ഥാനചലനം, ഭ്രമണത്തിന്റെ ദിശ, മർദ്ദം അല്ലെങ്കിൽ ടോർക്ക് ആവശ്യകത എന്നിവയുടെ അടിസ്ഥാനത്തിലും ഇത് നിയന്ത്രിക്കാൻ കഴിയും. സിലിണ്ടറുകൾ രേഖീയ ചലനം നൽകുന്നു. അതേസമയം ഹൈഡ്രോ മോട്ടോറുകൾ റോട്ടറി ചലനം നൽകുന്നു. ആന്തരിക രൂപകൽപ്പന അനുസരിച്ച് ഹൈഡ്രോ മോട്ടോറുകളെ തരംതിരിച്ചിരിക്കുന്നു. ഹൈഡ്രോ മോട്ടോറുകൾ 3 തരത്തിലുണ്ട്. 1. ഗിയർ ടൈപ്പ്, 2. വാൻ ടൈപ്പ്, 3. പിസ്റ്റൺ ടൈപ്പ്. ഈ തരങ്ങൾക്കെല്ലാം പ്രവർത്തനത്തിന്റെ പൊതു തത്വമുണ്ട്. ഇവ നിർമ്മാണത്തിലെ ഒരു ഹൈഡ്രോളിക് പമ്പിനോട് ഏകദേശം സാമ്യമുള്ളതാണ്. ഹൈഡ്രോളിക് മോട്ടോറിന്റെ പ്രവർത്തനം ഹൈഡ്രോളിക് പമ്പിന് വിപരീതമാണ്. ഗിയർ ടൈപ്പ് മോട്ടോറുകൾ. ഗിയർ മോട്ടോറുകൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഇപ്രകാരമാണ്. 1. ഗിയർ മോട്ടോർ അഥവാ എക്സ്റ്റേണൽ ഗിയർ. 2. ഗിയർ മോട്ടോറിലെ ഗിയർ അഥവാ ഇന്റേണൽ ഗിയർ. ഗിയർ മോട്ടോറിലെ ഗിയറിൽ ഓയിൽ മർദ്ദത്തോടെ ഇൻലെറ്റ് പോർട്ടിലേക്ക് പ്രവേശിക്കുന്നു. ഈ എണ്ണ ഗിയറുകൾ കറങ്ങാൻ പ്രേരിപ്പിക്കുകയും എണ്ണ ഔട്ട്ലെറ്റിൽ നിന്ന് പുറത്തേക്ക് ഒഴുകുകയും ചെയ്യുന്നു. മോട്ടോറിന്റെ വേഗത ഒഴുക്കിന്റെ അഥവാ മിനിറ്റിന്റെ അളവിനെ ആശ്രയിച്ചിരിക്കുന്നു. മോട്ടോർ ടോർക്ക് എണ്ണയുടെ മർദ്ദത്തെ ആശ്രയിച്ചിരിക്കുന്നു. ഈ മോട്ടോറുകൾക്ക് ഏറ്റവും കുറഞ്ഞ വോള്യൂമെട്രിക് കാര്യക്ഷമത 70 മുതൽ 80% വരെയാണ്. എണ്ണയുടെ മർദ്ദം ഒരു ലിവറിലെ അതേ രീതിയിൽ ടോർക്ക് സൃഷ്ടിക്കുന്നു. വാൻ ടൈപ്പ് മോട്ടോറുകൾ. ഗിയർ മോട്ടോറുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇത് രൂപകൽപ്പനയിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. എണ്ണപ്രവാഹത്താൽ ഷാഫ്റ്റിനൊപ്പം വാൻ നീങ്ങുന്നതായി ലളിതമായ രേഖ കാണിക്കുന്നു. വാൻ മോട്ടോറിന്റെ പ്രധാന സവിശേഷത സ്ലൈഡിംഗ് വാനാണ്. ഓരോ ഷാഫ്റ്റിനും ഒന്നിൽ കൂടുതൽ വാനുകൾ ഉണ്ടായിരിക്കും. ഇത് ഷാഫ്റ്റിന്റെ തുടർച്ചയായ ഭ്രമണം ഉറപ്പാക്കുന്നു. സെൻട്രിഫ്യൂഗൽ ബലത്തിന്റെയും എണ്ണമർദ്ദത്തിന്റെയും പ്രവർത്തനത്തിലൂടെ സ്ലോട്ടിന്റെ വ്യാപ്തി വർദ്ധിക്കുന്നു. ഇത് അതിവേഗ ഓപ്പറേറ്റിംഗ് സ്വഭാവമുണ്ട്. പിസ്റ്റൺ ടൈപ്പ് മോട്ടോർ. പിസ്റ്റൺ മോട്ടോർ അതിന്റെ നിർമ്മാണത്തിലെ മറ്റ് 2 തരങ്ങളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ്. പിസ്റ്റൺ മോട്ടോറുകൾ 2 തരത്തിലുണ്ട്. 1. ആക്സൽ പിസ്റ്റൺ മോട്ടോറുകൾ. 2. റേഡിയൽ പിസ്റ്റൺ മോട്ടോറുകൾ. ഈ മോട്ടോറുകൾ
95% വരെ കാര്യക്ഷമത റേറ്റിംഗ് ഉള്ള ഏറ്റവും വോള്യൂമെട്രിക് കാര്യക്ഷമതയുള്ള മോട്ടോറുകളാണ്. ഒരു പിസ്റ്റൺ ബാരൽ അസംബ്ലിയിൽ മർദ്ദമുള്ള എണ്ണ അനുവദിക്കുമ്പോൾ അത് പിസ്റ്റണിനെ പുറത്തേക്ക് തള്ളുന്നു. ഹൈഡ്രോമോട്ടോറിന്റെ വേഗത നിയന്ത്രണം. ഇത് ഹൈഡ്രോമോട്ടോറിന്റെ RPMനെ നിയന്ത്രിക്കുന്നു. ഇൻകമിംഗ് ദ്രാവകത്തിന്റെ അളവ് നിയന്ത്രിച്ചാണ് ഇത് സാധാരണയായി ചെയ്യുന്നത്. ഇതിനെ ഹൈഡ്രോമോട്ടോറിന്റെ സ്ഥാനചലനം എന്നും വിളിക്കുന്നു. എണ്ണയുടെ ഒഴുക്കിന്റെ നിയന്ത്രണം വിവിധ രീതികളിലൂടെ ചെയ്യാൻ കഴിയും. അവ വരും അധ്യായങ്ങളിൽ ചർച്ച ചെയ്യും. ഒരു ഹൈഡ്രോമോട്ടോറിന്റെ വേഗത എണ്ണയുടെ അളവിനെ ആശ്രയിച്ചിരിക്കുന്നു. മോട്ടോറിലൂടെ കടന്നുപോകുന്നു. ഹൈഡ്രോമോട്ടോറിന്റെ ടോർക്ക് നിയന്ത്രണം. ഒരു ഹൈഡ്രോമോട്ടോറിൽ ലഭിക്കുന്ന ടോർക്ക് ദ്രാവക മർദ്ദത്തിന്റെ പ്രവർത്തനമാണ്. അതിനാൽ ഹൈഡ്രോമോട്ടോറിന്റെ ദ്രാവകമർദ്ദം നിയന്ത്രിക്കുന്നതിലൂടെ ടോർക്കും നിയന്ത്രിക്കപ്പെടുന്നു. ഹൈഡ്രോമോട്ടോറിന്റെ ദിശ നിയന്ത്രണം. സർക്യൂട്ടിൽ ദിശ നിയന്ത്രണ വാൽവ് ഉപയോഗിച്ചാണ് ഇത് ചെയ്യുന്നത്. ഡബിൾ ആക്ടിംഗ് സിലിണ്ടറിന്റെ ചലനത്തിന്റെ ദിശ നിയന്ത്രിക്കുന്ന രീതിയുമായി ഇത് വളരെ സാമ്യമുള്ളതാണ്. ഹൈഡ്രോമോട്ടോറിന്റെ ഭ്രമണദിശ എണ്ണയുടെ ഒഴുക്കുപാതയെ ആശ്രയിച്ചിരിക്കുന്നു. ഒരു ഹൈഡ്രോമോട്ടോറിന്റെ സ്പെസിഫിക്കേഷൻ. ഒരു ഹൈഡ്രോമോട്ടോർ സാധാരണയായി ഇനി പറയുന്ന പാരാമീറ്ററുകളാൽ രൂപകൽപ്പന ചെയ്യുകയും വ്യക്തമാക്കുകയും ചെയ്യുന്നു. 1. പരമാവധി ടോർക്ക് ആവശ്യമാണ്. 2. പരമാവധി RPM ആവശ്യമാണ്, അതായത് ഔട്ട്ലെറ്റ്. 3. പരമാവധി പ്രവർത്തന സമ്മർദ്ദം. 4. കാര്യക്ഷമത. ഒരു ആപ്ലിക്കേഷനായി ഒരു ഹൈഡ്രോളിക് സിലിണ്ടർ എങ്ങനെ തിരഞ്ഞെടുക്കാം? 1. മാസ്. നിങ്ങൾ മാറ്റാൻ ആഗ്രഹിക്കുന്ന മാസ് തിരിച്ചറിയുക എന്നതാണ് ആദ്യത്തേതും പ്രധാനത്തേതുമായ ഘട്ടം. നിങ്ങളുടെ മാസ് നിർണയിച്ച ശേഷം അത് നീക്കാൻ ആവശ്യമായ ശക്തിയെ അത് എങ്ങനെ ബാധിക്കുമെന്ന് നിങ്ങൾ ചിന്തിക്കണം. ഇതിന് വിപരീതമായി, ഒരു ടൺ ഭാരം നിലത്തുടനീളം തള്ളുന്നതിന് ഘർഷണവും ത്വരിതപ്പെടുത്തലും മറികടക്കാൻ മതിയായ ശക്തി മാത്രമേ ആവശ്യമുള്ളൂ. ഉദാഹരണത്തിന്, ഒരു ടൺ ഭാരം നേരെ മുകളിലേക്ക് തള്ളുന്നതിന് ഒരു ടണ്ണിലധികം ശക്തി ആവശ്യമാണ്. എന്തുതന്നെയായാലും കൃത്യതയില്ലായ്മ കണക്കിലെടുക്കാൻ സിലിണ്ടറിന്റെ ശക്തി എല്ലായ്പ്പോഴും പര്യാപ്തമായിരിക്കണം. 2. സ്ട്രോക്ക്. സിലിണ്ടറിലൂടെ പിസ്റ്റൺ സഞ്ചരിക്കുന്ന ദ്വാരം. 3. സ്ട്രോക്ക് നീളം. സ്ട്രോക്ക് നീളം പിസ്റ്റണിന്റെ അളവുകളാണ്. നീളം 1 ഇഞ്ച് മുതൽ നിരവധി അടി വരെയാണ്. 4. ഓപ്പറേറ്റിംഗ് പ്രഷർ. ഓപ്പറേറ്റിംഗ് പ്രഷർ ശ്രേണി ആവശ്യമായ മുഴുവൻ ഓപ്പറേറ്റിംഗ് പ്രഷർ ശ്രേണിയും വിവരിക്കുന്നു. 5. ബോറിന്റെ വലുപ്പം. ഒരു ബാരലിന്റെ ആന്തരിക വ്യാസം അളക്കുന്നത് അതിന്റെ ബോർ വലുപ്പം ഉപയോഗിച്ചാണ്. 6. ബോഡി മെറ്റീരിയൽ. അലുമിനിയം, സ്റ്റീൽ, സ്റ്റെയിൻലെസ് സ്റ്റീൽ, പ്ലാസ്റ്റിക് എന്നിവയാണ് സാധാരണ ബോഡി മെറ്റീരിയൽ ചോയ്സുകൾ. 7. വടിയുടെ നീളം. പിസ്റ്റൺ ബക്കിംഗ് ചെയ്യുന്നതിന് മുമ്പ് എത്ര ലോഡ് താങ്ങാൻ കഴിയുമെന്ന് വടി വ്യാസം നിർണ്ണയിക്കുന്നു. വിവിധ ലോഡ് സാഹചര്യങ്ങളിൽ ഏറ്റവും കുറഞ്ഞ റാഡ് ഡയാമീറ്റർ ചുവടെയുള്ള പട്ടികയിൽ കാണിച്ചിരിക്കുന്നു. മേശയുടെ മുകളിൽ കാണിച്ചിരിക്കുന്നതുപോലെ പിസ്റ്റണിന്റെ തുറന്ന നീളം പലപ്പോഴും സിലിണ്ടറിന്റെ സ്ട്രോക്ക് നീളത്തേക്കാൾ കൂടുതലാണ്. 8. വേഗത. സിലിണ്ടറിലേക്കും പുറത്തേക്കും ഹൈഡ്രോളിക് ഓയിലിന്റെ ഒഴുക്ക് നിയന്ത്രിക്കുന്ന വാൽവുകളാണ് വേഗത നിയന്ത്രിക്കുന്നത്. സാധാരണയായി സിലിണ്ടറുകൾ അവയുടെ പരമാവധി സ്വാഭാവിക വേഗതയിൽ പ്രവർത്തിക്കാൻ അനുവാദമുണ്ട്. സിലിണ്ടറിന്റെ വലുപ്പം, പോർട്ട് വലുപ്പം, വായുമർദ്ദം, ഹോസ് ബാർ, നീളം, സിലിണ്ടർ പ്രവർത്തിക്കുന്ന ലോഡ് എന്നിവ അടിസ്ഥാനമാക്കിയാണ് പരമാവധി വേഗത നിർണ്ണയിക്കുന്നത്. 9. ബലം. പിസ്റ്റൺ വ്യാസവുമായി ബലം ബന്ധിപ്പിച്ചിരിക്കുന്നു. എന്നിരുന്നാലും അവ നേരിട്ട് ആനുപാതികമല്ല. പൊതുവെ പിസ്റ്റൺ വിസ്തീർണം വലുതാകുന്തോറും കൂടുതൽ ശക്തി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഫോഴ്സ് റേറ്റിംഗുകൾ വിപരീത ദിശകളിൽ അല്പം വ്യത്യാസപ്പെടാം. കംപ്രസ്ഡ് ദ്രാവകത്തിന്റെ അതേ വിതരണം ഉപയോഗിച്ച് ഹൈഡ്രോളിക്കലായി നയിക്കുമ്പോൾ പിസ്റ്റൺ ദണ്ടിന്റെ വിസ്തീർണത്താൽ ഫലപ്രദമായ ക്രോസ് സെക്ഷൻ ഏരിയ കുറയുന്നതിനാൽ ഇൻസ്ട്രോക്ക് അഥവാ വലിക്കൽ ശക്തി ഔട്ട്സ്ട്രോക്ക് അഥവാ ത്രസ്റ്റ് ശക്തിയേക്കാൾ കുറവാണ്. ഒരൊറ്റ ആക്ടിംഗ് സിലിണ്ടർ സജീവമാക്കുന്നതിന് ഒരു സർക്യൂട്ട് രൂപകൽപ്പന ചെയ്യുക, നിർമ്മിക്കുക, പരീക്ഷിക്കുക. സ്റ്റെപ്പ് 1. നൽകിയിരിക്കുന്ന ഫോർമാറ്റിൽ ഒരൊറ്റ ആക്ടിംഗ് സിലിണ്ടർ ആക്ച്വേറ്റ് ചെയ്യുന്നതിനും ഇൻസ്ട്രക്ടറുടെ അംഗീകാരം നേടുന്നതിനും ഒരു സർക്യൂട്ട് ഡയഗ്രം വരയ്ക്കുക. സ്റ്റെപ്പ് 2. സിലിണ്ടർ ആക്ച്വേറ്റ് ചെയ്യുന്നതിനും സർക്യൂട്ടിലെ വിവിധ പോയിന്റുകളിൽ മർദ്ദം നിരീക്ഷിക്കുന്നതിനുമുള്ള ഘടകങ്ങൾ ഉൾപ്പെടുത്തുക. സ്റ്റെപ്പ് 3. വരച്ച അംഗീകൃത സർക്യൂട്ട് ഡയഗ്രം അനുസരിച്ച് ഹൈഡ്രോളിക് ഘടകങ്ങൾ തിരഞ്ഞെടുക്കുക.
സ്റ്റെപ്പ് 4 ട്രെയിനിൽ കിറ്റിലെ ഘടകങ്ങൾ മൗണ്ട് ചെയ്ത് ബന്ധിപ്പിക്കുക. സ്റ്റെപ്പ് 5 ഓൺ ഹൈഡ്രോളിക് പമ്പ് മാറ്റുന്നതിന് മുമ്പ് നിങ്ങളുടെ ഇൻസ്ട്രക്ടറുടെ അംഗീകാരം നേടുക. സ്റ്റെപ്പ് 6 ഹൈഡ്രോളിക് പമ്പ് ഓണാക്കുക. സ്റ്റെപ്പ് 7 എന്തെങ്കിലും ചോർച്ച ഉണ്ടോ എന്ന് പരിശോധിക്കുക. സ്റ്റെപ്പ് 8 കണക്ടർ പൈപ്പുകൾ വീണ്ടും അണുവിമുക്തമാക്കുന്നതിലൂടെ ചോർച്ച ഇല്ലാതാക്കുക. സ്റ്റെപ്പ് 9 കണക്ടറും പൈപ്പുകളും മുറുക്കിക്കൊണ്ട് ഹൈഡ്രോളിക് പമ്പ് ഓഫ് ചെയ്യുക. ടാബുലേഷനിൽ വാൽവിന്റെ സ്ഥാനവും സിലിണ്ടറിന്റെ സ്ഥാനവും ശ്രദ്ധിക്കുക. സ്റ്റെപ്പ് 10 ദിശാനിയന്ത്രണ വാൽവ് പ്രവർത്തനക്ഷമമാക്കുകയും വാൽവിന്റെയും സിലിണ്ടറിന്റെയും പുതിയ സ്ഥാനം ശ്രദ്ധിക്കുകയും ചെയ്യുക. സ്റ്റെപ്പ് 11 ഹൈഡ്രോളിക് പമ്പ് ഓഫ് ചെയ്യുക. സ്റ്റെപ്പ് 12 വാൽവുകളും മറ്റ് ഘടകങ്ങളും വിച്ഛേദിച്ച് അതാത് സ്ഥലങ്ങളിൽ സ്ഥാപിക്കുക. ഇന്നത്തെ വീഡിയോയിൽ ഇതുവരെ സിംഗിൾ ആക്ടിംഗ് സിലിണ്ടർ, ഡബിൾ ആക്ടിംഗ് സിലിണ്ടർ എന്നിവ സജീവമാക്കുന്നതിന് ഒരു സർക്യൂട്ട് എങ്ങനെ നിർമ്മിക്കാമെന്നും പരീക്ഷിക്കാമെന്നും ഒരു ഹൈഡ്രോമീറ്റർ ആക്ടിവേറ്റ് ചെയ്യുന്നതിന് ഒരു സർക്യൂട്ട് എങ്ങനെ രൂപകൽപ്പന ചെയ്യാമെന്നും നിർമ്മിക്കാമെന്നും പരീക്ഷിക്കാമെന്നും നമ്മൾ ചർച്ച ചെയ്തു. വീഡിയോ കണ്ടതിന് നന്ദി.